ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലോട് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഗപ്പി ടാങ്ക് ഉണ്ടാക്കാനാട്ടോ, അതായത് ഒരു മീൻ ടാങ്ക് ഉണ്ടാക്കാനാണ് നമ്മൾ പോകുന്നത്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പറയുമ്പോൾ ടൈൽസ് ആണ്. പഴയ ടൈൽസ് ഒക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈസിയായിട്ട് നമുക്ക് തന്നെ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ടൈൽസ് ഒക്കെ എടുക്കാൻ പോകണം. അപ്പോൾ എന്തായാലും നമുക്ക് മേക്കിംഗ് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് സമയം കളയാതെ തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമ്മൾ കുറച്ച് ടൈൽസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടൈലാണ് സൈഡിൽ വരിക, ഈ രണ്ട് ടൈല്. അപ്പോൾ ഇതിൻ്റെ തന്നെ രണ്ടെണ്ണം നമ്മൾ എടുക്കുന്നുണ്ട്. ഈ ഒരു സൈസ് ടൈലിൻ്റെ രണ്ടെണ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ നമ്മൾ മുകളിൽ കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ബേസ് വയ്ക്കാൻ, അതായത് അടിയിൽ വയ്ക്കാനുള്ള ഒരു ടൈലാണ് വേണ്ടത്. അതിനായിട്ട് അവിടെ കുറേ ടൈല് ബാക്കിയുണ്ട് കേട്ടോ, വലിയ വലിയ ടൈല്. നമുക്ക് നോക്കിയിട്ട് ബേസിനുള്ള ടൈൽ റെഡിയാക്കാം. ഇതൊക്കെ അത്യാവശ്യം വൃത്തികേടായി കിടക്കണതാണ്, കാരണം കുറേ ആയിട്ട് യൂസ് ചെയ്തില്ല. അപ്പോൾ നമുക്ക് ബേസിന് വയ്ക്കാൻ ഈ ടൈൽ ഒരുപാട് ചെറുതാവും. നമുക്ക് ഈ ഒരു ടൈൽ എടുക്കാം കേട്ടോ. ഈ ഒരു ടൈലാണ് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പം നേരെ നമുക്ക് ഇത് വൃത്തിയാക്കുന്ന വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഇതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു ടൈൽസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് ആയിട്ട് വരുന്നത്. സൈഡിൽ വരുന്നതെന്ന് പറയുമ്പോൾ ഈ രണ്ട് ടൈൽസ് എന്ന് പറയുമ്പോൾ നേരെ നേരെ വരുന്ന ഒരു സൈഡാണ്. അതിന് ശേഷം മറ്റേ രണ്ട് സൈഡും വരുന്നത് ഈ രണ്ട് ടൈൽസ് ആണ് കേട്ടോ. പക്ഷേ ഈ 4 ടൈൽസിൻ്റെയും ഹൈറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്, ലെങ്ത്ത് മാത്രമാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ഈ ചെറിയ ടൈൽസ് വയ്ക്കാൻ പോകണമെന്ന്. ഇത് ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, രണ്ട് സൈഡും കണ്ടോ, കറക്റ്റ് ലെങ്ത്ത് ആണ്. ഇനിയിപ്പോൾ എന്തായാലും ഇത് തൽക്കാലം നമുക്ക് മാറ്റിയിട്ട് ആ വലിയ ടൈൽസ് ഞാൻ കാണിച്ചു തരാം എവിടെയാണ് വരുന്നതെന്ന്. വലിയ ടൈൽസ് നമ്മുടെ ഏകദേശം ഈ ഒരു ടൈപ്പിൽ ഇങ്ങനെയാണ് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതും കാണാം, കണ്ടോ, ലെങ്ത്ത് കറക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയിട്ടാണ് ഏകദേശം സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. താഴത്തെ ബേസ് സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ നോക്കി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ അധികപ്പറ്റായിട്ട് നിൽക്കണ ഈ ഒരു പാർട്ട് നമ്മൾ വെട്ടിയെടുത്ത് ഇതുപോലെ ആക്കിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സൈഡ്, വലിയ സൈഡാണ് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ചുമരിലോട്ട് നല്ല ചേർത്തിട്ട് തന്നെ ബേസ് വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് വൃത്തിയായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വലിയ പീസ് ഇങ്ങനെ വരുന്ന പോലെയാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു ഫ്ലെക്സ് ക്യൂക്ക് എന്ന് പറയുന്ന ഈ ഒരു ഗമ്മ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 50 രൂപ മറ്റേ ഉള്ളതുകൊണ്ട് നമ്മുടെ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഭാഗം ആദ്യം പശ വെച്ചൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇത് നല്ല സൂക്ഷിച്ചു വേണം കേട്ടോ ഒട്ടിക്കാൻ, കാരണം അത് കണ്ണിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല പണിയാണ്. കയ്യിലായാൽ തന്നെ പോകാൻ നല്ല ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചൊക്കെ ഒന്ന് ഒട്ടിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് നമ്മുടെ ചുമരിലോട്ട് ചേർത്ത് ഇതുപോലെ വെച്ചിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് പിടിച്ച് കറക്റ്റാക്കി ഒന്ന് സെറ്റാക്കി കൊടുക്കുക. അതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഒരു കോട്ടിങ് ഇതുപോലെ കൊടുക്കാൻ പോവാണ് പശ വെച്ചിട്ട്. കാരണം ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ അത്രയും നമ്മൾ മീൻ ചെയ്യുള്ളൂ കേട്ടോ. ഇത് വെച്ചിട്ട് ഇതുപോലെ എന്തായാലും നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരയിട്ട് കൊടുക്കുക. അപ്പോൾ ഇതെന്തായാലും സെറ്റായിട്ട് നമ്മൾ കൈ വിടുമ്പോഴും അതേപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ നമ്മുടെ ചെറിയ ടൈൽസാണ് ഒട്ടിച്ചെടുക്കാൻ പോണത്. അപ്പോൾ ചെറിയ ടൈൽസും ഇതുപോലെ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നേരത്തെ നമ്മൾ ഒട്ടിച്ചത് എന്ന് പറയുമ്പോൾ മുകളിലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് താഴെയായിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ഏകദേശം ഈ രണ്ട് സൈഡാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ പശ. അതിനായിട്ട് നമ്മൾ ആദ്യം ഈ ഭാഗത്ത് ഇങ്ങനെ പശ വയ്ക്കാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ, കാരണം പെട്ടെന്ന് ഉണങ്ങി ഈ പശ. അതുകൊണ്ട് കുറച്ച് ഒരു 2 കോട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുക. ഈ സൈഡും നമ്മൾ ഇതുപോലെ പശയിട്ട് കൊടുക്കണം. ഇനി എന്തായാലും നമ്മൾ ഇത് ഇങ്ങനെ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ ഉറപ്പ് വരുത്തുക, കാരണം ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അഴിച്ചു മാറ്റാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഒട്ടിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഒട്ടിക്കാൻ കേട്ടോ. നമ്മൾ എന്തായാലും 2 ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 3ാമത്തെ പാർട്ടാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, പക്ഷേ ഏകദേശം ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് വരും. ഇതുപോലെ ഈ സൈഡ് ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ വരാം. അതിന് ശേഷം താഴെയും കൂടെ നമ്മൾ ഇതുപോലെ പശയിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം ഇത് മതി. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഇങ്ങനെ ഇതും താഴെ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. നല്ല ബലത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡബിൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒന്നുകൂടി ഈ ലൈനിങ് ഒക്കെ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അങ്ങനെ നമ്മൾ 3 റെഡിയാക്കിയിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ 4ാമത്തെ ടൈൽസ് കൂടെ നമ്മൾ വെക്കാൻ പോവാണ്.
നാലാമത്തെ ടൈൽസ് വയ്ക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് വയ്ക്കണം, കാരണം രണ്ടിൻ്റെ ഇടയിലാണ് വരേണ്ടത്. അപ്പം അത് മാത്രം ഒന്ന് സൂക്ഷിച്ചിട്ട് കറക്റ്റ് പശ വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ മൊത്തം എല്ലാ ഭാഗവും ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഫെവി ബോണ്ടാണ് എടുക്കാൻ പോകുന്നത്. ഫെവി ബോണ്ട് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് എല്ലാ ഭാഗത്തു നിന്ന് ടച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്, എല്ലാ കണക്ഷനും. അപ്പോൾ എല്ലാ ജോയിൻറ്റിൽ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടഞ്ഞു പോകണം, അത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അങ്ങനെ മൊത്തമായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇതെന്ന് പറയുമ്പോൾ. ഇനിയിപ്പോൾ ഇതൊരു 10 to 15 മിനിറ്റ് നന്നായി ഇതൊന്ന് ഉണങ്ങാൻ വയ്ക്കുക. അതിന് ശേഷമാണ് നമ്മൾ സിമെൻ്റൊക്കെ അടിച്ച് ബാക്കി പണികളിലേക്ക് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മൾ കുറച്ച് സിമെൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സിമെൻറ്റ് വെച്ചുള്ള കളികളാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു 3 കരണ്ടി സിമെൻറ്റാണ് എടുക്കാൻ പോണ്. അതിനുശേഷം നമ്മൾ കുറച്ച് നല്ലോണം തന്നെ ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കുറച്ച് ചേർത്തിട്ടാണല്ലോ സിമെൻറ്റ് ചെയ്യുക. പക്ഷേ ഇതിലെന്ന് പറയുമ്പോൾ നമ്മളൊരു പെയിൻറ്റിൻ്റെ പരുവത്തിലാട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പെയിൻറ്റ് അടിക്കുന്ന പോലെയാണ് നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ചു കൊടുക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് കോട്ട് ഇതുപോലെ പെയിൻറ്റ് അടിക്കണ പോലെ അത്യാവശ്യം ലിക്വിഡ് ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ അടിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാ ജോയിൻസിലും വൃത്തിയായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ എല്ലാ ജോയിൻസിലും ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് കട്ടിക്ക് വെച്ച സിമെൻറ്റ് എടുക്കാൻ പോവാണ്. ഈ കട്ടിക്ക് വെച്ച സിമെൻറ്റ് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ എല്ലാ ജോയിൻസിലും ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ MC-ലൊക്കെ തേക്കുന്ന പോലെ തന്നെയാണ് ഇത് ചെയ്യണത്. കുറച്ച് കട്ടിക്ക് കുഴയ്ക്കുക, കൈ വെച്ച് നന്നായി ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇനി കറണ്ട് വെച്ച് ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, കറണ്ട് വെച്ച് ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് വലിയ കറണ്ട് ആയിപ്പോയി, അതുകൊണ്ട് ഈ ചെറിയ കണക്ഷനൊന്നും ഇതുപോലെ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ കൈ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. കുട്ടികളൊക്കെ ചെയ്യുകയാണെങ്കിൽ സൂക്ഷിക്കുക, കാരണം സിമെൻ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കൈയൊക്കെ വെച്ച് തേച്ച് കഴിഞ്ഞാൽ പൊള്ളാനുള്ള ചാൻസസ് ഹൈ ആണ്. നമുക്ക് എന്തായാലും ഇതുപോലെ മൊത്തമായിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ തേച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇത് ഒരു ദിവസം നന്നായിട്ട് ഇരുന്നൊന്ന് ഉണങ്ങണം. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒരു ദിവസം ഒന്ന് ഉണങ്ങാൻ വയ്ക്കാം കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിരിക്കട്ടോ. അപ്പോൾ നന്നായി ഉണങ്ങിയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ കുറച്ച് വെള്ളം നിറച്ച് വയ്ക്കാനാണ് പോകുന്നത്. നമ്മൾ ആദ്യം ഒരു ഫുള്ളായിട്ട് ഏകദേശം നിറച്ച് വയ്ക്കുക വെള്ളം. അതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും വെള്ളം മാറ്റാം. എന്നിട്ട് വീണ്ടും നമ്മൾ അങ്ങനെ 2 ദിവസം ചെയ്യണം. വെള്ളം മാറ്റി ഇതിൽ തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. 3-ാമത്തെ ദിവസമാണ് നമ്മൾ എടുത്തിട്ട് അതിലോട്ട് മീൻ നിറയ്ക്കാൻ പറ്റും. അപ്പോൾ അതിനും പുതിയ വെള്ളം നിറയ്ക്കണം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സംഭവം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം വെള്ളം ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും നമ്മൾ ആവശ്യത്തിന് മീൻ ഇതിലോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 2 ദിവസം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ദിവസത്തിന് ശേഷം നമ്മുടെ പുതിയ തൊട്ടിയിലോട്ട് ഈ മീനൊക്കെ അതിലോട്ട് ഇടാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ മീനൊക്കെ അതിലോട്ട് ഇടാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇടാൻ പോകുന്നത് ഈ ഒരു വാട്ടർ പ്ലാന്റ് കേട്ടോ. അപ്പോൾ നമ്മൾ കല്ലുത്താമര എന്നൊക്കെയാണ് ഇതിന് പറയണത് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഈ സംഭവം നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നല്ല ഫ്ലോട്ടായി കിടക്കും. മീനിനൊക്കെ ഇങ്ങനെ ഇടയിലൊക്കെ പോയി ഇരിക്കാം, നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു 5 കല്ലുത്താമര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ആമ്പലക്കി ഉണ്ടെങ്കിൽ ആമ്പലക്കിൽ വളർത്താം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വെള്ളം കൊള്ളുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആമ്പല ഉണ്ടെങ്കിൽ ആമ്പലൊക്കെ വിട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മീനാട്ടോ ഇതിലോട്ട് ഇടാൻ പോണ്. കണ്ടോ, നല്ല അടിപൊളി ഗപ്പീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതാണ് ഇടാൻ പോണ്. അതിനെ നമുക്ക് പതുക്കെ ഇതിലോട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ചില ഗപ്പിയൊന്നും ഇറങ്ങണില്ല, അതിനുള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗപ്പികൾക്കൊക്കെ ഇതുപോലെ നല്ല സ്പേസോടുകൂടി തന്നെ ഇതിൽ ഓടിക്കളിക്കാനുള്ള അത്രയും സ്പേസ് ഉണ്ട് കേട്ടോ ഈ ഒരു തൊട്ടിയിൽ. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യത്തിന് നല്ലോണം വെള്ളവും കൊള്ളണമുണ്ട്. നമുക്കിത് ഗപ്പി കൃഷിയൊക്കെ ഈസി ആയിട്ട് ഇങ്ങനെ ഒരു ടൈൽസ് കൊണ്ട് ഉണ്ടാക്കിയ തൊട്ടിയിൽ തന്നെ ഇനി ചെയ്ത് നോക്കാം.
ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ ഭയങ്കര ഈസി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ ഇത്. നമ്മുടെ വീട്ടിലൊക്കെ വേസ്റ്റ് ഉണ്ടായിരുന്ന ടൈൽസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ലിറ്റർ വെള്ളം കൊള്ളുന്നുണ്ട്, നല്ലോണം കൊള്ളുന്നുണ്ട് കേട്ടോ, നല്ല കപ്പാസിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇതന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആമ്പൽ തൊട്ടിയായിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഗപ്പി ടാങ്ക്, അല്ലെങ്കിൽ വേറെ ഏത് മീനും ആണെങ്കിൽ നമുക്ക് മോളിയൊക്കെ ഉണ്ടെങ്കിൽ ബ്ലാക്ക് മോളിയൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാവും ഇതിന്. അപ്പോൾ അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ട്സിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. എന്തായാലും അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ബൈ ബൈ.